മോഹൻലാലിന്റെ സിനിമ ഓണത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഓണാഘോഷമൊന്നുമില്ല. ഇത് ഒരു കഥാപാത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയലിൽ പറഞ്ഞിരുന്ന ഒരു ഡയലോഗാണ്. അതായത് 1999 എന്ന ഒരു വർഷം. എനിക്ക് ആ സീരിയൽ ഏതാണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് മോഹൻലാലിന്റെ ആയിട്ട് ഓണത്തിന് പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു ഒളിമ്പ്യൻ അന്തോണി ആദം. പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു സിനിമ അന്ന് ഓണത്തിന് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ ഓൾറെഡി അന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ ഓണത്തിന് ഇറങ്ങണു എന്നുള്ളത്. പക്ഷെ അന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അന്നത്തെ ഏതോ ഒരു ജനപ്രിയ സീരിയലിൽ ഒരു ഹോസ്പിറ്റൽ രംഗമാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഒരു ഹോസ്പിറ്റൽ രംഗത്തിൽ ഒരു രണ്ട് നഴ്സുമാർ തമ്മിലുള്ള ഒരു സംസാരമാണ്. അപ്പൊ അതിൽ ഒരു നഴ്സ് മറ്റേ നഴ്സിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു ഓണത്തിന് പരിപാടി എന്ന് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് വലിയ ആഘോഷമൊന്നുമില്ല, വീട്ടിലധികം ഇത്തിരി വിഷമത്തിലാണ്. അത് ഭർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അത് വിഷമത്തിലാണ്, കാരണം മോഹൻലാലിന്റെ ഒരു സിനിമ ഓണത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു മോഹൻലാൽ സിനിമ ഒരു ഓണം ബോക്സ് ഓഫീസിൽ എത്രമാത്രം പ്രാധാന്യമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും അത് ഒരു 90s കിഡ്സിനൊക്കെ അത് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാനിത് ഈ അടുത്ത് പെട്ടെന്ന് എൻ്റെ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു. കാരണം ഇപ്പൊ വീണ്ടും ഒരു ഓണം സീസൺ വരാൻ പോവാണ്. അപ്പൊ ഈ ഓണത്തിന് ഖലീഫ എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലുണ്ട്. അതല്ലാതെ ഇതിന് മുമ്പ് ഇപ്പോൾ തുടക്കം സിനിമ ഓണത്തിനൊക്കെ മുമ്പ് 2 ആഴ്ച മുമ്പേ മോഹൻലാൽ വീണ്ടും അതിഥി വേഷത്തിൽ വന്ന ഒരു സിനിമ വന്നു. അതല്ലാതെ ഇപ്രാവശ്യം യുവതാരങ്ങൾ സിനിമയാണ്. നിവിൻ പോളിയുടെയും ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമകളാണ് ഇനിയിപ്പോൾ ഓണത്തിന് വരാൻ പോകുന്നത്. ഒരു മുഴുനീള മോഹൻലാൽ സിനിമ എന്തായാലും ഓണത്തിന് ഇല്ല. കഴിഞ്ഞ ഓണത്തിന് ഹൃദയപൂർവ്വം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മളിപ്പോ 2010 ശേഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചില ഓണത്തിന് ഉണ്ടാവും, ചില ഓണത്തിന് ഉണ്ടാവില്ല. ഒരു കാലം മാറി, പല രീതിയിലുള്ള ആഘോഷങ്ങളുടെ കാലങ്ങൾ മാറി. പക്ഷെ ഒരു കാലത്ത് മോഹൻലാൽ സിനിമ ഓണത്തിന് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ അങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാൻ പറഞ്ഞ മോഹൻലാലിന്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരു 80s മുതലെടുത്താൽ നമുക്കൊരു 86 എന്ന് പറയുന്ന ഒരു വർഷം മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് രാജാവിന്റെ മകൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ്. ആ ഒരു ഓണത്തിന് രാജാവിന്റെ മകൻ ഒരു ജൂലൈയിലാണ് റിലീസ് ആവുന്നത്. ആ ഒരു ഓണത്തിന് മോഹൻലാലിന്റെ സിനിമകൾ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പിന്നെ എനിക്ക് തോന്നുന്നു സുഗമോ ദേവി, പിന്നെ എല്ലാ വർഷവും 87-ലും 88-ലൊക്കെ മോഹൻലാലിന്റെ സിനിമകളുണ്ട്. 89 എന്നൊരു പറയുന്ന വർഷം വന്ദനം എന്ന സിനിമ. അപ്പൊ ഞാൻ എന്തായാലും ഒരു 90 മുതൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 1990 എന്ന് പറയുന്ന ഒരു വർഷം ഓണത്തിന് 2 സിനിമകളും മോഹൻലാലിന്റെ. ഇന്ദ്രജാലം, അർഹത. ഇതിൽ ഇന്ദ്രജാലം സൂപ്പർ ഹിറ്റായി. 91-ല് 2 സിനിമകൾ പ്രതീക്ഷയോടുകൂടി വന്നു, കിലുക്കം അങ്കിൾ ബെന്നും. അതിൽ ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നത് അങ്കിൾ ബെൻ എന്ന സിനിമയായിരുന്നു. കാരണം ഭദ്രൻ എന്ന സംവിധായകന്റെ ഒരു ഹിറ്റ് സിനിമ, അയ്യർ ദി ഗ്രേറ്റ് കഴിഞ്ഞിട്ട് ഭദ്രൻ ചെയ്യുന്ന ഒരു സിനിമ. കിലുക്കമാണെങ്കിൽ അതിന് മുമ്പ് പ്രിയദർശൻ മോഹൻലാലിന്റെ കുറച്ച് സിനിമകളൊന്ന് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അന്ന് ബോക്സ് ഓഫീസ് തൂക്കിയതും ഒരു ഭയങ്കരമായിട്ട് ആ ഒരു വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായി മാറി കിലുക്കം എന്ന സിനിമ. പിന്നെ 92 എന്നൊരു വർഷം യോധ, അതുപോലെ തന്നെ അദ്വൈതം, 2 സിനിമകളായിരുന്നു. അതിൽ രണ്ടും ഓടിയ സിനിമകളാണ്. എനിക്ക് തോന്നുന്നു അദ്വൈതമാണ് അത് കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു 92 എന്ന് പറയുന്ന ഒരു വർഷം. പക്ഷെ ആ സമയത്ത് വിന്നർ മമ്മൂട്ടിയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസായിരുന്നു. ഇത് കഴിഞ്ഞ് 93-ൽ 2 സിനിമകൾ, മായാമയൂരം, ഗാന്ധർവവും. രണ്ടും വലിയ വിജയങ്ങളായില്ല. പക്ഷെ തമ്മിൽ ഭേദം അന്ന് ഗാന്ധർവമായിരുന്നു 93-ല്. പിന്നെ 94-ൽ മിന്നാരം, അതും ഹിറ്റായ ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഒപ്പം സൈന്യവും ഉണ്ട്, വേറെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. 95-ൽ ആ ഒരു ഓണം വിന്നർ തന്നെയായിരുന്നു, മോഹൻലാലിന്റെ സിനിമ തന്നെയായിരുന്നു മാന്ത്രികം. അതിന്റെ ഒപ്പം അന്ന് മമ്മൂട്ടിയുടെ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തായിരുന്നു. അത് പക്ഷെ വിജയിച്ചില്ല. വിജയിച്ചത് മാന്ത്രികം തന്നെയായിരുന്നു. പിന്നെ 96 പരാജയപ്പെട്ടു പോയി. ഏറ്റവും വലിയൊരു ഹൈപ്പായിരുന്നു അന്ന് ദി പ്രിൻസ്. പക്ഷെ ആ സിനിമ അന്ന് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയി. പിന്നെ 96 ഓണത്തിന് തന്നെ ഇറങ്ങേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളും ഡിലേ ആയിട്ട് 97 ഓണത്തിനാണ് ഇറങ്ങിയത്. അത് ഒരു യാത്രാമൊഴി. അതിന്റെ ഒപ്പം ചന്ദ്രലേഖ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ചന്ദ്രലേഖയായിരുന്നു അന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത്. ഗുരു എന്ന ഒരു സിനിമയും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 98-ൽ 2 സിനിമകൾ മോഹൻലാലിന്റെ. ഒന്ന് മോഹൻലാൽ ഗസ്ട്രോളിൽ വന്ന് തൂക്കിയെടുത്ത ഒരു സിനിമയാണ് സമറിൻ ബദലഹീം. മറ്റൊന്ന് മമ്മൂട്ടിയുടെ കൂടെ തുല്യ പ്രാധാന്യത്തിൽ മോഹൻലാൽ നിർമ്മിച്ച ഹരികൃഷ്ണൻസ്. അപ്പൊ ഇത്രയും നമ്മൾ ഞാൻ ഇത്രയും വർഷങ്ങൾ എടുത്ത് പറഞ്ഞത് എല്ലാ വർഷവും മോഹൻലാലിന്റെ ഒരു ഓണ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ 99 എന്ന് പറയുന്ന ആ ഒരു വർഷം, ആ വിഷുവിന് മോഹൻലാലിന്റെ ഉസ്താദ് ഇറങ്ങിയിരുന്നു. അതൊരു മാർച്ച് അവസാനം ആണോ ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, അതായത് ആ ഒരു വിഷുവിന് ഉസ്താദ് ഇറങ്ങി വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയാണ്. ഞാൻ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല എന്ന് പറഞ്ഞൊരു 6-ാം തമ്പുരാൻ പോലെ ഒന്നും ബ്ലോക്ക് ബസ്റ്റർ ആയതല്ല. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. ഇന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഉസ്താദ് കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറഞ്ഞ സ്ഫടികം എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഭദ്രൻ മോഹൻലാൽ ഒന്നിക്കുന്ന ഒരു സിനിമയായിരുന്നു
പക്ഷെ ഒളിമ്പ്യൻ അന്ന് അതിലൊരു കാളപൂട്ട് സീൻ, മോഹൻലാൽ ഒരു ഇൻട്രോ സീനാണ്. ആ ഒരു കാളപൂട്ട് സീനിൽ മോഹൻലാലിന് ഒരു അപകടം പറ്റി. മോഹൻലാലിന്റെ കാല് ഫ്രാക്ചർ, ഏകദേശം ഒരു മാസത്തോളം മോഹൻലാലിന് എന്തോ റെസ്റ്റ് വേണമായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് നിന്നുപോയി. പിന്നീട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് 99 ഒക്ടോബറിൽ, അന്നൊരു പൂജ ഹോളിഡേയ്സ് ആണ്. ഞാൻ ആ ഒരു ഒളിമ്പ്യൻ അന്തോണി ആദം തിയേറ്ററിൽ പോയി കാണുന്നതാണ്. അന്ന് പൂജ ഹോളിഡേയ്സിനാണ് ആ സിനിമ ഇറങ്ങണത്. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് വേറെയും സിനിമകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ കിട്ടില്ല. കാരണം ഒളിമ്പ്യൻ അന്തോണി ആദം അന്ന് തിയേറ്ററിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഞങ്ങൾ കാണാൻ പോകുന്നു. അന്ന് ഞാൻ ക്യൂവിൽ നിൽക്കുന്നു, എൻ്റെ സുഹൃത്ത് ക്യൂവിൽ നിന്നില്ല. പക്ഷെ അന്ന് ഒരാൾക്ക് ഒരു ടിക്കറ്റ്, 90s കിഡ്സിനൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അന്ന് പലപ്പോഴും തിരക്കുള്ളപ്പോൾ ഒരാൾക്ക് ഒരു ടിക്കറ്റേ കൊടുക്കുള്ളൂ. കാരണം ആൾക്കാരൊന്ന് ടിക്കറ്റ് കൂടുതലെടുത്ത് ബ്ലാക്കിന് വിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ കണ്ടു. എൻ്റെ ഫ്രണ്ടിന് അന്ന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അവൻ പിന്നെ പോയിട്ട് അന്ന് വാഴുന്നൂർ സിനിമയാണ് അന്ന് കണ്ടത്. അന്ന് എനിക്ക് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ഒന്ന് വാഴുന്നൂറുണ്ട്, ജോസ് തിയേറ്ററിലാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആ 99 ഓണത്തിന് ആ സിനിമ ഇറങ്ങില്ല. ഓണത്തിന് പിന്നെ മമ്മൂട്ടിയുടെ പല്ലാവൂർ ദേവനാരായണനും അതുപോലെ തന്നെ ജയറാമിന്റെ പട്ടാഭിഷേകം ഒക്കെ ഇറങ്ങി. പട്ടാഭിഷേകം സൂപ്പർ ഹിറ്റായി, ഓണം തൂക്കിയെടുത്തു. പക്ഷെ ഈ പറഞ്ഞ ഒളിമ്പ്യൻ അന്തോണി ആദ്യം തിയേറ്ററിൽ ഇറങ്ങി. ആദ്യത്തെ 2 ദിവസം നല്ല തിരക്കായിരുന്നു. ഒരു സൺഡേ വരെ ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു. പക്ഷെ മൺഡേ ഇപ്പോൾ വീണു. ഒരു കമ്പാരിസൺ വന്നു, ആ ഒരു സിനിമ പോരാ എന്നുള്ള അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ അതുകൊണ്ട് വലിയൊരു സൂപ്പർ ഹിറ്റായി മാറിയില്ല. പിന്നെ തൊട്ടടുത്ത വർഷം 2000 എന്ന് പറയുന്ന വർഷം ഇതുപോലെ തന്നെ മോഹൻലാലിന് ഒരു റിലീസ് ഓണത്തിന് ഇല്ലായിരുന്നു. അന്ന് മമ്മൂട്ടിയുടെ വലിയേട്ടനായിരുന്നു ആ ഒരു ഓണം വിന്നറായിരുന്നത്. പിന്നെ 2001 രാവണപ്രഭു, 2002 താണ്ഡവം, 2003 ബാലേട്ടൻ, അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ കുറെ ഉണ്ട്. എങ്കിലും ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് എത്രയോ ഒരു വർഷക്കാലം, ഒരു 15 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓണത്തിന് റിലീസ് കിട്ടി മോഹൻലാലിന്. റിലീസ് ഇല്ലാതെയായി പോയ ആദ്യമായിട്ട് ആ ഒരു ഓണം സീസണായിരുന്നു 1999. അപ്പൊ എന്തായാലും ഒളിമ്പ്യൻ അന്തോണി ആദത്തിന്റെ അന്ന് തിയേറ്ററിൽ പോയി കണ്ട എന്റെ മെമ്മറി ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഓർമ്മകൾ. ഒളിമ്പ്യൻ അന്തോണി മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ ഒരു സിനിമ ഓണം റിലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ഒരു ഓണം റിലീസ് ഏതാണ്, അതും നമുക്ക് കമന്റ് ചെയ്യുക.